ഭാരതാംബ ആണല്ലോ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം അല്ലേ. അതായത് ഭാരതാംബനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫസൽക്കുട്ടൻ വന്നിട്ടുണ്ട്. പറഞ്ഞത് A to Z മഹാമണ്ടത്തരും പൊട്ടത്തരും ആണെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാവുമെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണ് നമ്മുടെ ഫസലുട്ടൻ പറഞ്ഞ മണ്ടത്തരങ്ങൾ നമുക്ക് കേട്ടിട്ട് വരാം. രാജ്ഭവനിൽ നടക്കുന്ന പരിസ്ഥിതി പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കില്ല എന്നുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഭാരതാംബയുടെ ഭാരതമാതാവിന്റെ ചിത്രം വേദിയിലുള്ളത് കൊണ്ട് അത് ബഹിഷ്കരിച്ചുകൊണ്ടാണ് കൃഷിമന്ത്രി ഇപ്പോ രംഗത്തെത്തിയത്. അത് തൊടാൻ സാധിക്കില്ല എന്നുള്ളത് രാജ്ഭവൻ ഉയർത്തിപ്പിടിച്ചതോടുകൂടിയാണ് കൃഷിമന്ത്രി ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാതെ ബഹിഷ്കരിച്ച് മാറി നിന്ന് മാധ്യമങ്ങളോട് തോന്നിയത് വിളിച്ചു പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഞാനിന്ന് ഇവിടെ കൊടുക്കാം. ഓരോ വരികളും സകല ആളുകളും ഗൗരവത്തിൽ ചിന്തിച്ചു മനസ്സിലാക്കണം. ഓരോന്നിനും ശക്തമായ മറുപടികൾ നമുക്ക് മുന്നോട്ട് വെക്കാനുമുണ്ട്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അതാണ് നമ്മുടെ പൊട്ടം പറഞ്ഞ, അതായത് നമ്മുടെ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്ക് ശക്തമായിട്ടുള്ള മറുപടി നമ്മൾ കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കങ്ങനെ സംസാരിക്കാൻ പറ്റില്ല കേട്ടോ, വേറെ കാര്യം. അപ്പോൾ നമ്മൾ ഈ പൊട്ടം കൊടുക്കുന്ന വാർത്തകളിൽ ഈ പൊട്ടം കൊടുക്കുന്ന മറുപടികൾക്ക് മറുപടി, അതായത് പൊട്ടനെ തേക്കുന്ന ചില മറുപടികളും കൂടെ നമുക്ക് കൊടുക്കാം. കേക്ക്. പാർട്ടിയിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള പരിഗണനകളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ നാളെ മുതൽ എല്ലാ കൃഷി വകുപ്പിന്റെ എല്ലാ പരിപാടിക്കകത്തും അരിവാൾ ചട്ടിക്കോ അല്ലെങ്കിൽ അരിവാൾ നൃത്തത്തിനോ അല്ലെങ്കിൽ അരിവാൾ അടുത്ത ദിവസം അരിവാൾ ചട്ടി നക്ഷത്രമോ പ്രദർശിപ്പിക്കാം എന്ന് പറഞ്ഞത് ശരിയായ കാര്യമല്ല. സർക്കാരിന്റെ പരിപാടിക്കകത്ത് അത് പറ്റില്ല. പാർട്ടി പരിപാടിയിൽ നമുക്ക് പോയി പങ്കെടുക്കാം, അതിനെ അത്തരത്തിൽ കണ്ടാകും. പക്ഷെ എന്നാൽ ഇന്ത്യൻ ഭരണഘടന പറയാത്ത ചില കാര്യങ്ങളെ കൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ല. അത് രാജ്യത്തിന് ഒട്ടും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. അവിടെ എങ്ങനെയാണ് മറ്റെത്രയോ വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരാണ് ഈ പരിപാടി പങ്കെടുക്കാൻ വരിക. ഭാരതാംബയെ നമ്മൾ സാധാരണഗതിയിൽ വെക്കുന്നത് പോലെയുള്ള ഏത് കാര്യത്തോടും യോജിക്കാൻ സർക്കാരിന് യാതൊരു മടിയുമില്ല. ഇന്ന് പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ ഭൂമിയുടെ ഈ ഭൂമിയെ അമ്മയായിട്ടല്ലേ നമ്മൾ കണക്കാക്കുന്നത്. അതിന്റെ രീതി ഉണ്ടാവുന്നത്. പക്ഷെ എന്നാൽ അങ്ങേയറ്റത്തേക്ക് മോശപ്പെട്ട രീതി ആയിപ്പോയി ഉണ്ടായത്. എങ്ങനെയാണ് അത്തരൊരു നിലപാടിലേക്ക് എത്തിയതെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ കേട്ടില്ലേ, ഭാരതമാതാവിന്റെ ചിത്രമുള്ളത് കൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇവരുടെ അരിവാളിൻ നക്ഷത്രം ചുറ്റികേക്കുണ്ടല്ലോ, അത് വെക്കാം. എന്റെ പരമ പൊട്ട, ഭാരതാംബയുടെ ഫോട്ടോ വെക്കാൻ പാടില്ല, അതല്ലെങ്കിൽ അരിവാളിന്റെ ചുറ്റിക അരിവാൾ ചുറ്റിക നക്ഷത്രം വെക്കാന്നാണ് മരമണ്ട പറഞ്ഞത്. അതായത് ഒരു പാർട്ടി ചിഹ്നമായിട്ടുള്ള RSSന്റെ ചിഹ്നമാണ് ഭാരതാംബ. അതിന്റെ മൊത്തം ഞാൻ പറഞ്ഞത് ഹിസ്റ്ററി ഞാൻ പറഞ്ഞത് ഈ വെയിറ്റ്. അപ്പം ഈ RSSന്റെ ചിഹ്നമായിട്ടുള്ള ഭാരതാംബനെ വെക്കുകയാണെങ്കിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം വെച്ചുകൂടെ എന്നാണ് ചോദിച്ചത്. അല്ലെങ്കിൽ അത് വെക്കണം ഇത് വെക്കണ്ടെന്നല്ല പറഞ്ഞത്. കേൾക്കും ഒരാൾ പറഞ്ഞത് ഈയനല്ലേ വീഡിയോ ഇട്ടത്, ആ പറയുന്ന കാര്യം എന്താണെങ്കിലും ഒന്ന് കേട്ടിട്ട് വേണ്ടടാ മരവാഴെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. ബാക്കി പറ, ഞാൻ എൻ്റെ പൊട്ടത്തരം കേൾക്കട്ടെ. രാജ്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകവും സംസ്കാരവും അതാണ് ഭാരതമാതാവ് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം അതാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്. ആ ചിത്രമുള്ളത് കൊണ്ട് ആ വേദിയിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നിട്ടുള്ള കൃഷി മന്ത്രി ചെയ്തിട്ടുള്ളത് ഭാരതമാതാവിനെ അപമാനിച്ചതിന് തുല്യമല്ലേ? ഇനി പൊട്ടാ നിന്നോട് ഞാൻ കാര്യം പറഞ്ഞുതരാം. ഭാരതത്തിന്റെ പൈതൃകവും ഭാരതത്തിന്റെ വേറെന്താന്ന് പറഞ്ഞത്, ഭാരതത്തിന്റെ പൈതൃകവും. എടാ പൊട്ട, ഈ ഭാരതാംബ എന്ന് പറഞ്ഞ സാധനം എപ്പോൾ ഉണ്ടായതെന്ന് എനിക്കറിയും. അതായത് 1980കളിൽ ആണ് ഈ ഭാരതാംബ അല്ലെങ്കിൽ ഭാരതമാതാവ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് കുറച്ചൊന്നും കൂടെ ആൾക്കാർക്ക് ഒരു ഫീലിങ്സ് കൊടുക്കാൻ, നമ്മുടെ മാതാവാണ് നമ്മുടെ രാജ്യം, മാതൃരാജ്യമാണ്, ഇത്തരത്തിലുള്ള കുറേ ഫീലിങ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 1800കളിൽ ഇങ്ങനൊരു ടോപ്പിക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് 1905 ഈ ഒരു ചിത്രം ഭാരതാംബ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പം പറയുന്ന ഒരു ചിത്രമുണ്ട്. ഇപ്പം നിങ്ങൾ കാണിച്ച മറ്റേ ചിത്രമല്ല കേട്ടോ. ഈ ഭാരതാംബയുടെ ചിത്രം 1905 ആദ്യമായിട്ട് വരയ്ക്കുന്ന ഒരാളുണ്ട്. ആ വരയ്ക്കുന്നത് ബംഗാളി ചിത്രകാരനായിട്ടുള്ള അപരീന്ദ്രനാഥ് ടാഗോറാണ്. ഈ അപരീന്ദ്രനാഥ് ടാഗോർ എന്ന് പറഞ്ഞത് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണോ തോന്നുന്നുണ്ട്. പുള്ളിയാണ് ആദ്യമായിട്ട് അതായത് പുള്ളി ബംഗാളി ആയതുകൊണ്ട് തന്നെ ബംഗ്ലാ മാത എന്നുള്ള രീതിയിൽ ഒരു ചിത്രം വരയ്ക്കുന്നത്.
ആ ചിത്രമാണ് നിങ്ങളിപ്പോൾ താഴത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചിത്രത്തിൽ ഒരു കയ്യിൽ എന്താ പറയുക ഒരു വെള്ളത്തൂവൽ, സമാധാനത്തിൻ്റെ വെള്ളത്തൂവലും, മറ്റൊരു കയ്യിൽ എന്താ പറയുക ബുക്സ്, അന്നത്തെ ഇതാണ് ഉദ്ദേശിച്ചത്, താളിയോലകൾ, ബുക്സ്, മറ്റൊരിതിൽ രുദ്രാക്ഷം, മറ്റതിൽ കുറച്ച് നെൽക്കതിര്. ഇതായിരുന്നു ഭാരതാംബ. അതായത് ഭാരതാംബല്ല, ബംഗ്ലാ മാത എന്നും പറഞ്ഞിട്ട് ഫസ്റ്റ് വരുന്നത്. ഈ ബംഗ്ലാ മാതയുടെ ഈ ഒരു ചിത്രം ഈ ബംഗ്ലാ മാതയുടെ ഈ ഒരു ചിത്രം പിന്നെ അത് ഭാരതാംബ എന്നുള്ള പേരിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് സിസ്റ്റർ നിവേദിതയാണ്. സിസ്റ്റർ നിവേദിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതായത് UK-കാരിയായിരുന്നു. ഇന്ത്യയിലോട്ട് അവർ വരുന്നു. അവർ മാർഗരറ്റ്, അതായത് മാർഗരറ്റ് എലിസബത്ത് മാർഗരറ്റ് നോബൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ അവർ ഇന്ത്യയിൽ വരുന്നു. അതായത് നമ്മുടെ പ്രീവിയസ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഒരുപാട് 1905-10 അവരിവിടെ വരുന്നു. അവർ ഈ ബംഗ്ലാ മാതേനെ നമ്മുടെ ഭാരത് മാത എന്നുള്ള പേര് കൊടുത്തിട്ട് അവരാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ഫോട്ടോ, അത് 1800-കളിൽ വന്നിട്ടുള്ള ഭാരത് മാതയ്ക്ക് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു രൂപം കൊടുക്കുന്നത് അവരുടെ ഫസ്റ്റ് ഇൻട്രഡക്ഷനിലായിരുന്നു. ഇതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. ഇതാണ് 1920 മുമ്പുള്ള ഭാരത് മാത എന്ന് പറയുന്നത്. പിന്നെ അത് എപ്പം RSSൻ്റെ ഭാരത് മാത, അതായത് പുലിപ്പുറത്ത് കയറിയിട്ട് നമ്മുടെ RSSൻ്റെ കാവി കോണകം കയ്യിൽ വെച്ചിട്ടുള്ള ഒരു ദുർഗാദേവിയുടെ രൂപം കൊടുക്കുന്ന ഭാരത് മാത ആക്കിയത് RSSൻ്റെ സവർക്കറായിരുന്നു. നീയൊക്കെ കൊണ്ട് കൊണച്ചുകൊണ്ടിരിക്കുന്ന സവർക്കറാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയത്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ ഈ പൊട്ടത്തനം വിളിച്ച് പറയുമ്പോഴേ കുറച്ചൊക്കെ ഒരു ചിന്തിച്ച് പറഞ്ഞതിലുള്ള ഇതറിയുന്ന ഈവൻ സംഘികൾക്ക് പോലും ഇതറിയാം. സംഘികൾ പോലും മനസ്സിൽ വിചാരിക്കും ഞങ്ങൾ കൊടുക്കുന്ന പൈസ കാണാൻ ഈ പൊട്ടൻ ഇങ്ങനെ വിഡിത്തം വിളിച്ച് പറയുന്നതില്ല. അതുകൊണ്ടാട്ടോ ആ ഒരു നിന്നോടൊരു ഇഷ്ടം കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ബാക്കി പറ, കേൾക്കട്ടെ നീ. നമുക്കറിയാം ഭാരതമാതാവ്, ഭാരതാംബ എന്നൊക്കെ പറയുന്നത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടുള്ളത്. ആ വേദിയിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നിട്ടുള്ള കൃഷി മന്ത്രി ചെയ്തിട്ടുള്ളത് ഭാരതമാതാവിനെ അപമാനിച്ചതിന് തുല്യമല്ലേ? നിങ്ങൾ ആലോചിച്ചു, ഔദ്യോഗികമായിട്ടുള്ള പ്രോഗ്രാമില് രാജ്ഭവനില് ഇതൊന്നും പാടില്ല എന്നൊക്കെയാണ് ഈ പറയുന്ന കൃഷിമന്ത്രി പറയുന്നത്. നമുക്കറിയാം ഭാരതമാതാവ്, ഭാരതാംബ എന്നൊക്കെ പറയുന്നത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടുള്ളത്. പ്രധാനമായിട്ടും അതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം പോലുണ്ട്. ഒരു മിനിറ്റ്, എന്താ പറഞ്ഞ ഔദ്യോഗികമായിട്ടുള്ള ഇതിലോട്ട് ഭാരതാംബനെ കൊണ്ടുവരുന്നത്? എന്താ ഔദ്യോഗികമായി ഉദ്ദേശിച്ചത് ഫസലെ? എടാ പൊട്ട, ഇവിടുന്ന് ഔദ്യോഗികതല്ല ഇത്. പൊന്ന് പൊട്ട, അതായത് നീ ഇപ്പൊ ചലച്ചുകൊണ്ടിരിക്കുന്ന ഈ ഔദ്യോഗികം എന്നൊക്കെ പറയുന്നത് ഉണ്ടല്ലോ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാ. ഈ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് നമ്മൾ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി പുറപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ എല്ലാ ഔദ്യോഗികതയും ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറിയ ബുക്കാണെന്നുള്ള വലിയ ബുക്ക് വേറെ ഉണ്ട്. അപ്പം ഇതിലൊന്നും ഈ പറഞ്ഞ ഭാരത് മാത ഇല്ല എന്നുള്ളത് നീ ആദ്യം ആലോചിക്കണം. വിഡിത്തങ്ങൾ വിളിച്ച് പറയാണ്ടിരിക്കും ഫസലെ. പൊട്ടനാവല്ലേ, മരപ്പൊട്ടനാവാണ്ടിരിക്കും പ്ലീസ്. പറയുന്നുണ്ടല്ലോ രാജ്യമായിട്ട് ഒരു ബന്ധമില്ല എന്നൊക്കെ. 1936 ബനാറസിൽ ശിവപ്രസാദ് ഗുപ്ത ഭാരതമാതാവിനായി ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കുകയും മഹാത്മാഗാന്ധി അത് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. ഇത് വീണ്ടും പൊട്ടത്തരം. എൻ്റെ പൊന്നു പൊട്ട, 1936 പൊട്ടിമുളച്ച ദൈവമാണോ ഭാരത് മാത? അതും അത് ഹിന്ദു, നീ ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ ഹിന്ദു ദൈവത്തിൽ പെട്ടതാണോ ഭാരത് മാത? ആണോ? അതായത് നമ്മളിങ്ങനെ ദൈവങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണോ? ഔദ്യോഗികമായിട്ടുള്ള ഭരണഘടനയിലും ഈ പറഞ്ഞ ഒരു തേങ്ങയില്ല. പിന്നെ ഭരണഘടന എഴുതുന്നതിന് മുമ്പ് 1936 ഏതോ ഒരാൾ ഒരു അമ്പലം വെച്ചെന്ന് വിചാരിച്ചിട്ട് തമിഴ്നാട്ടിൽ നമ്മുടെ നടി ഖുഷ്ബുവിനും അതുപോലെ കമലഹാസനും രജനീകാന്തിനും ഒക്കെ അമ്പലങ്ങൾ വെച്ചിട്ടുണ്ട്. അത് വിചാരിച്ചിട്ട് നമ്മൾ ഇവരൊക്കെ ദൈവമായിട്ട് കാണുമോ? എൻ്റെ മരപ്പൊട്ട, എന്ത് വിവരക്കേടൊക്കെ ഈ വിളിച്ച് പറയുന്നത്? എടാ, അങ്ങ് സംഘികൾ പൈസ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടത്തരം പറയാണ്ടിരിക്കുക. കുറച്ചൊക്കെ ഒരു ബോധം വെക്ക്. എന്താണ് നാട്ടിൽ നടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് നീ സംസാരിക്കുക പ്ലീസ്. കുറച്ച് ഞാൻ ഈ പച്ചക്ക് ഞാൻ പറയുന്നത് ഇന്നെ പോലെ കഥകളല്ല, എഴുതി വെച്ചിട്ടുള്ള ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിന്നോട് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. നീ ബാക്കി കേൾക്കട്ടെ, എൻ്റെ അടുത്ത തള്ളു കേൾക്കട്ടെ. നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തിനും പൈതൃകത്തിനും വലിയ പ്രാധാന്യമുള്ള ഭാരതമാതാവിന്റെ, ഭാരതാംബയുടെ ചിത്രവേദിയിലുള്ളത് കൊണ്ട് ബഹിഷ്കരിക്കുന്നു എന്ന് ഔദ്യോഗിക പ്രോഗ്രാമുകളിൽ ഒന്നും പറ്റില്ല എന്ന് അല്ല. ഔദ്യോഗികമായിട്ട് ഇവിടെ സർക്കാർ സംവിധാനം, കേരള സർക്കാർ തന്നെ ഇവിടെ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ നടത്താറുണ്ടല്ലോ. ഇവിടെ ഒരു പ്രശ്നമില്ലേ?
അവിടെ വരട്ടെ, നീ പോയിന്റിലോട്ട് എത്തുമെന്ന് എനിക്കറിയാം. നീ നോമ്പോ അല്ലെങ്കിൽ മുസ്ലിമിൽ എവിടെയെങ്കിലും നീ കണക്ട് ചെയ്യുന്ന എനിക്ക് അറിയുന്നതുകൊണ്ടാണ് എന്നെ വെയിറ്റ് ചെയ്ത്. എടാ മരവാഴ, ഈ ഔദ്യോഗികമായിട്ട് നമ്മുടെ രാജ്യസഭയിൽ ലോകസഭയിൽ നമ്മുടെ പല പാർലമെന്റുകളും പല സ്ഥലത്തും ഓണമായിട്ടും നമ്മുടെ നാട്ടിൽ ഈദ് ആയിട്ടും ദീപാവലി ആയിട്ടും അതുപോലെ ഹോളി ആയിട്ടും ഇങ്ങനെ പല പരിപാടികളും നടത്താറുണ്ട്. അതൊക്കെ ഓരോ മതത്തിനോട്ട് റിലേറ്റ് ചെയ്തിട്ട് സാധനമാണ്. ഈദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ നോമ്പ് തുറ മുസ്ലിങ്ങളുടെ സൈഡിലോട്ടും, ദീപാവലി ആയിട്ടും മറ്റ് ശിവരാത്രി ആയിട്ടും നവരാത്രി ആയിട്ടും ഇതൊക്കെ ഹിന്ദുസിൻ്റെ ദൈവികപരമായിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ ക്രിസ്മസ് ആയിട്ടും ഈസ്റ്റർ ആയിട്ടും അതൊക്കെ ഈ പറഞ്ഞത് ക്രിസ്ത്യാനികളുടെ അവരുടെ ദൈവികപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ 1920 ശേഷം സവർക്കർ കുത്തിക്കുറച്ച് അല്ലെങ്കിൽ സവർക്കർ ഉണ്ടാക്കിയിട്ടുള്ള കയ്യിൽ കാവി കോണകം പിടിച്ചിട്ടുള്ള ഭാരതാംബ എവിടുന്ന് കയറി വന്നു? 1936 മറ്റേ ഏതോ ഒരു മനുഷ്യൻ ക്ഷേത്രം ഉണ്ടാക്കിയതോടുകൂടി ഭാരതാംബ ഹിന്ദുക്കളുടെ ദൈവമായിട്ട് മാറിയോ? 1920 പുതുതായിട്ട് പുറപ്പെട്ട ദൈവമാണോ ഭാരതാംബ? എൻ്റെ പൊന്നുപൊട്ട വിവരക്കേടുകൾ പറയല്ല ഫസലെ, പ്ലീസ്. കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് സംസാരിക്കുക. കിട്ടുന്ന പൈസക്ക് എന്ത് തീട്ടവും തിന്നാ എന്നുള്ള ചിന്തകൾ മാറ്റ് ഫസലെ, പ്ലീസ്. അതേപോലെ തന്നെ ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിലുണ്ടെങ്കിൽ ഇവിടെ ആർക്കാ പ്രശ്നം? ഭാരതമാതാവിന്റെ ചിത്രമുണ്ടെങ്കിൽ എന്താണ് ഇവിടെ പ്രശ്നം? സകലരും മനസ്സിലാക്കണം. വെറുതെ അല്ല കമ്മ്യൂണിസ്റ്റുകാര് ഭാരത് മാതാ കി ജയ് എന്ന് അഭിമാനത്തോടുകൂടി വിളിച്ചു പറയാത്തത്. ഇത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം. ഭാരതമാതാവിന്റെ ചിത്രത്തെ കുറിച്ച് പറയുന്നത് ഔദ്യോഗികമായിട്ട് ശരിയില്ല എന്ന്. ഇതൊക്കെ പറയാൻ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർക്ക് എന്തെങ്കിലും അർഹതയുണ്ടോ? കഴിഞ്ഞ ദിവസവും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിലെത്തിയിട്ട് വലിയ മഹത്വൽക്കരിച്ച് സംസാരിച്ചിട്ടുള്ളത് ആരെ കുറിച്ചാ? വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ച്. ഈ വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്ക് വേണ്ടിയിട്ട് മലപ്പുറത്തൊരു ടൗൺ ഹാളിലെ പറയുന്ന ഔദ്യോഗികമായിട്ട് ജനങ്ങളുടെ പണത്തിൽ നിന്നല്ലേ അതുണ്ടാക്കിയിട്ടുള്ളത്? എടാ മരപ്പൊട്ട, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. നീ പറഞ്ഞ നിന്റെ RSSന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിനെ സ്വാതന്ത്ര്യ സമരത്തിൽ എഴുതിയിട്ട് അല്ലെങ്കിൽ എവിടെങ്കിലും ഒരു പേരിനെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഷൂ നക്കി എന്നല്ലാണ്ട്? അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റെടുത്ത അല്ലെങ്കിൽ അതിന് പങ്കെടുത്ത ആൾക്കാരുടെ പേരിൽ പലതും വരും. നമ്മൾ ഷൂ നക്കിയ ആൾക്കാരുടെ പേരിൽ എന്തെങ്കിലും വരും? ഇല്ല. ഭാരത് മാത എന്ന് പറഞ്ഞിട്ട് ഈ ഷൂ നക്കിയ ആൾ 1920 അതായത് ബംഗ്ലാ അല്ലെങ്കിൽ ബംഗാ മാത എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സൃഷ്ടിനെ മാറ്റിയിട്ട് പുലിയുടെ മേലെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ അത് ഭാരത് മാതാവാവോ ഫസലെ? എന്തിനാണ് ഫസലെ വിഡ്ഢിത്തരം പറഞ്ഞു? ഞാൻ എനിക്ക് ഭാരത് മാതാവിൻ്റെ കംപ്ലീറ്റ് ചരിത്രം ഞാൻ നിനക്ക് പറഞ്ഞു തന്നില്ലേ. ഇതൊക്കെ കേട്ട് പഠിച്ച് കാര്യങ്ങൾ എങ്ങനെയാണ്, എങ്ങനെ ഇത് ഉണ്ടായി, ഇതൊക്കെ കേട്ടിട്ട് വേണ്ടേ നമ്മൾ സംസാരിക്കാൻ? അല്ലെങ്കിൽ ഈ ഒരു 4 കൈയുള്ള ഭാരത് മാത എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് 1905 എഴുതുന്ന സമയത്ത്, അതായത് നമ്മുടെ നാടിൻ്റെ അഭിവൃദ്ധി, നമ്മുടെ നാടിൻ്റെ എഡ്യൂക്കേഷൻ, പഠനം, അത് നമ്മളെ എന്താ പറയുക, കുറച്ച് സാംസ്കാരികത, മറ്റൊരു കയ്യിൽ സമാധാനം, ഇതെല്ലാം കൂടെ ഉള്ളത് അഖണ്ഡ ഭാരതം എന്നും പറഞ്ഞിട്ട് അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ശ്രീലങ്കനെയും അങ്ങ് ബാഗ്ദാദ് ആ ഏരിയ മൊത്തം എടുത്തു വെച്ചിട്ട് ഹിന്ദുക്കളുടെ സ്വപ്നം കാണുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞ രീതിയിൽ അവിടെ ദുർഗാദേവിയുടെ ഒരു ഫോട്ടോയും വെച്ചിട്ട് കയ്യിലൊരു കാവി കോണകും വെച്ചിട്ട് പൊലിയുടെ മേലെ ഇരുത്തി കഴിഞ്ഞാൽ പുതുതായിട്ടുണ്ടായ ഹിന്ദു ദൈവമാണത്. എന്ത് വിവരക്കേടാണ് പറയുന്നത്? എവിടെ നീ എന്ത് ഔദ്യോഗികത നീ ഇതിൽ കണ്ടിട്ടുള്ളത്? എന്ത് ഔദ്യോഗികത നീ ഇത് കണ്ടിട്ടുള്ളത്? അതുകൊണ്ട് ഫസ്റ്റിലെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് പറ. ഇങ്ങനെ പൊട്ടത്തനം വിളിച്ച് സംഖ്യകളെ സുഖിപ്പിക്കാനായിട്ട് മാത്രം വീഡിയോ ചെയ്യാണ്ടിരിക്കുക പ്ലീസ്. ചരിത്രം പഠിക്കുക. ചരിത്രമില്ലാത്ത RSSന് വേണ്ടി സംസാരിക്കുമ്പം വെറും ചരിത്രമില്ലാത്ത കഥകൾ പറയാണ്ടിരിക്കുക. ചരിത്രം പഠിച്ചിട്ട് സംസാരിക്കുക പ്ലീസ്.